കാറ്റും തുറന്നിട്ട് കാറ്റ് ദൈവമേ കാറ്റ് തുറന്നിട്ട് അവള് പെരിക്കാത്തിരിക്കുന്നതായിരിക്കും വല്ല പൂച്ചകൾ കയറി തിന്നോണ്ട് പോവാൻ നക്ക് തുടക്കി വെച്ചിട്ട് പോവാൻ എങ്ങനെ കുറ്റിയിരുന്ന ആ ബാലവളി അവള് പാടുപോട്ട് കഷ്ടപ്പെട്ട് നട്ടുവെച്ച ബാല പച്ചവളവ് അതിനെയൊക്കെ ഓടിച്ചിട്ട് നോക്കിയാന് കാണിച്ച വേല ഞാനായിട്ടും അങ്ങോട്ട് ഇറങ്ങുമോ ഇവിടെ ഒരു ഈ പടിക്കട്ടി ഇടിച്ചു കളഞ്ഞിട്ട് ഒരു വലിയേറ്റി എനിക്ക് അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു ഇറങ്ങിയെങ്കിൽ അവള് കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് മുളകൊള്ളി എല്ലാം പഠിച്ചു എന്റെ ദൈവമേ പെണ്ണേ പെണ്ണിവിടെ ഇല്ലേ പെണ്ണെവിടെ പിയാ അമ്മ ഇവിടെ ഇരിക്കണമ്മാ പെണ്ണേ 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 ആ മുളക് വള്ളിയായിട്ട് അത്രയും വലിച്ചു പൊടിച്ചിട്ട് ആ നിന്റെ വള്ളി മുളക് വള്ളി വലിച്ചു പൊടിച്ച് എവിടാണ് മോളുകളെ ഞാൻ പറഞ്ഞില്ലേ എന്നൂടാ ആ അതിനെയൊക്കെ പൊടിച്ചിട്ട് നീ ഇതിനകത്ത് അറിയിക്കുന്നല്ലേ വല്ല പൂച്ചാലും ഈ അടുക്കളക്കകത്ത് അറിയിക്കുന്നോട് വലിയ അറിയോ കയറ്റി തുറന്നിട്ടേക്ക് വല്ല പൂച്ചാള് കയറിക്കുന്നോട് വലിയ അറിയോ കേറ്റ് നന്ദൻ തുറന്നത് കേറ്റ് ഞാൻ കുറ്റിയിട്ട് നീ കയറ്റും തുറന്നിട്ടിട്ട് അത് കേറ്റ് കൊച്ചു കറച്ചി വള്ളി മുളകുള്ളി എല്ലാം നീ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ആ മുളകുള്ളി എല്ലാം പഠിച്ചു പൊടിച്ചിട്ട് ഇനി എന്തരിയായി അവിടെ ആ വടിയേറ്റ് വെട്ടിക്കാഞ്ചിന് ഒരു കെട്ടണം ഈ സ്ത്രീ എന്തോന്ന് ദുഷ്ടത്തരം കാണിക്കണമെന്ന് 5-6 തവണ ഞാൻ എടുത്തു വെച്ച് ഇവർക്ക് ഈ മുളകുള്ളി ഇത്തിരി അതിൽ കൊരുത്ത് പറ്റിപ്പിടിച്ച് പോണേന് ഞാൻ എന്ത് ചെയ്യാനാണ് അവൾക്ക് മുളക് ഞാൻ പറഞ്ഞില്ല എന്നിട്ട് അവളോട് കൂട്ടുകൂടലെന്ന് പറഞ്ഞാൽ അവളോട് കൂട്ടുകൂടിയാ ചെയ്യുന്ന കുഴപ്പം അവളെല്ലാം നശിപ്പിക്കും ഇപ്പോഴാണ് കണ്ടത് ആ മുളകൊള്ളിയെല്ലാം പൊടിച്ചു അവൾ ഇതും കാണിക്കും ഇതിന്റെ അപ്പുറം കാണിക്കും അങ്ങനെയുള്ള ചിലക്കാണ് കല്യാണം ഞാന് അതിനകത്ത് നിറച്ച് മുളക് കൊഴുകൊഴാ നിൽക്കണം അതുകൊണ്ടാണ് ഇവർ ഇന്നാളെടുത്ത് താഴെ ഇട്ടപ്പോ ഞാൻ വീണ്ടും എടുത്ത് തിരിച്ചു വെച്ചത് നമുക്ക് വെട്ടിക്കളെ അറിഞ്ഞൂടാത്തോണ്ടല്ല ഒരു മുളക് കൊള്ളിക്ക് വേണ്ടിയിട്ട് എനിക്ക് വയ്യ പക്ഷെ അതിനകത്ത് നിറച്ച് കൊല മുളക് ഇന്നാൾ അമ്മ വന്നിട്ട് ഉണക്കിയത് മുഴുവൻ അതിലെ മുളവാണ് ഞാൻ എന്ത് ചെയ്യാനെന്നാണ് അത് തനിയെ പൊടിച്ചതല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് പൊടിച്ചു വന്നതിനെ വളം ഇട്ട് ഇങ്ങനെ ആക്കി എന്നെ നശിപ്പിച്ച് കളയാൻ തോന്നണില്ല അവള് എല്ലാം നശിപ്പിക്കും എന്റെ പറഞ്ഞില്ലേ അവളോട് കൂട്ടുകൂടിയാ ഇതേനെ കുഴപ്പം ഒന്നിച്ചേരും അവളെ മോളൂടെ ഒന്നൊന്നും പറയില്ല നീ പറയുന്നതിൽ തന്നെ അവൾ കൂടുതൽ കാണിക്കണ്ട അലക്കാതെ മിണ്ടായിരിക്കും ഇത് ഈ പഠിക്കട്ടെങ്ങ് ഇടിച്ചാതെയാണെങ്കിൽ യാതായിരുന്നെ കട കാണാം ഇപ്പൊ എന്ത് ചെയ്യാതെ അങ്ങ് വെട്ടിക്കളാനേ നിവൃത്തിയുള്ളൂ എന്നാണ് തോന്നുന്നത് അല്ലാതെ ഒരു മുളവന്ന് അവിടെ നടന്നില്ലേ മുളവന്നാട്ടേ കിട്ടൂല നീ എടുത്ത് കൊടുത്തേ അത് ഒരു കമ്പുകളെയും കൊടുക്കണം കൊടുക്കണം എവിടെ പേരിക്കും എന്തിനമ്മ ചുമ്മാ നമ്മൾ അപ്പുറം ഇപ്പുറം താമസിച്ചിട്ട് കടലാസും പേപ്പറിന്റെ ഒക്കെ പിറകെ നടക്കുന്ന നാണക്കെ ഇവള് മഹാ കല്യാണ് ഇവള് എല്ലാ കാലത്തറ ചെയ്തു പോയില്ലേ എല്ലാം എടുത്ത് ഇട്ടിരിക്കണം നോക്കിയാണ് ആ കാണുന്ന മുഴുവൻ അവരെ വീടിനകത്തുള്ള മുഴുവൻ ചെടികളും നമ്മളെ ഇപ്പുറത്താണ് കിടക്കണതേ നമ്മൾ അങ്ങനെ ഈ വലിച്ചെറിയാനാണെങ്കിൽ നമ്മളെങ്കിൽ പിന്നെ ഈ പറഞ്ഞ എല്ലാ മരങ്ങളും മുറിച്ചു തരാൻ പറയണ്ടേ നമ്മൾ ഈ മനസാക്ഷിയുടെ പുറത്ത് ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെയാണ് ആ മനുഷ്യർ കാണിക്കേണ്ടത് 6 മാസം ജയിലിക്കെടുക്കണം എന്നെ വലിച്ചേറെ കൊണ്ട് ഇടിപ്പിച്ച് അവള് വ്യാലോളം കാണിച്ചത് എന്തിന്
എന്നെ പോലീസുകാരെ കൊണ്ട് ഇടിപ്പിച്ചു. ഇടിപ്പിച്ചാ? ആ, എന്തിന്? എന്നെ അടുപ്പിച്ച് ആ പോലീസുകാർ എന്നെ അടിച്ച് ഇടിച്ച് എന്തെല്ലാം ചെയ്ത്. എന്തിന്? ഇവള് ഒരു കടലാസ് കൊടുത്തു. കടലാസ്? ആ, അത് പിന്നെയാണ് ഇവളെ വീട്ടിൽ ഞാൻ പോകാത്തത്, മിണ്ടാത്തത്. ഇവളെ കല്യാണത്തിന് അവളെ മോളെ കല്യാണത്തിന് ഞാൻ പോയില്ലായിരുന്നു. ഇവളിങ്ങനെ ഉള്ള രോഗം കൂടെയാണ്. ഇവള് ഈ മരങ്ങളെല്ലാം നമ്മളെ മുറിക്കണം. ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു, അതിനെ മുറിച്ചു. എങ്ങനെ മുറിപ്പിച്ച? അവള് മുറിപ്പിച്ചു. കടലാസ് കൊടുത്ത? ആ, ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു, അതിനെ വരെ മുറിച്ച്. അതില് 4-5 തേങ്ങ കിട്ടുമായിരുന്നു. എവള് പെരിക്കാത്തേറിയിരിക്കാന് അലക്കാതാ എന്നെ കള്ളാസ് കൊടുത്താ പോലീസാർ ഇനി വിറ്റാ പോലീസാറിനെ കേൾക്കും. അതിനടുത്ത് പോയി ചെറുക്കാ, ഇനിയിപ്പൊ അതിനെ വെട്ടിക്കളയാ. ഇനിയിപ്പൊ എന്തിന് വെറുതെ എനിക്ക് വയ്യ കിടന്ന് അടി ഉണ്ടാക്കാം. ഒരു കുരുമുളക് എന്നല്ല പൈസ കൊടുത്ത് വാങ്ങിക്കാം. നീ അതിനടുത്ത് കൊടുത്തേ വെട്ടിക്കളയാനും ചിരി. ഒരിക്കൽ കൂടെ അവള് തല്ലിയിടാൻ നോക്കട്ടെ. ഇനി അവള് തല്ലിയിടുവോന്ന് നോക്കട്ടെ. അതിനടുത്ത് കൊടുത്തേ. അടുത്ത് പിന്നെ വൈ ചോദിച്ചാ അതിനെ കൊടുത്തേ. ഒരിക്കൽ കൂടെ എടുത്ത് കൊടുത്തു വെക്കാം. അല്ല എന്ത് ചെയ്ത് 5-6 തവണയായേ അവരെടുത്ത് നിങ്ങളെ മോൻ പറഞ്ഞ് വെട്ടിക്കളയാന്ന്. 1 കിലോ അടുപ്പിച്ച് മുളക് കിട്ടി. അത് മറ്റേ കുറ്റി മുളവാണ്, പടർന്നു പോണല്ല. അപ്പൊ അതിങ്ങനെ ഈ മതിലിൽ അങ്ങനെ പറ്റി അങ്ങ് നിന്ന് കായ്ച്ചോളൂ. അല്ലെങ്കിൽ തന്നെ ഒരു കുരുമുളക് വള്ളി ആ മതിലിൽ നിന്നെന്ന് പറഞ്ഞിട്ട് മതിലിടിഞ്ഞു വീഴോ? അവർക്ക് താല്പര്യമില്ലെങ്കിൽ അമ്മ പോട്ടെ, നമുക്ക് അതിന് വെട്ടിക്കളയാം. എന്റെ വസ്തു കിടക്കണേന് തിരിച്ചിട്ടാ മതി. അതിന് വെട്ടിക്കളയാൻ വേണ്ട. അതിനടുത്ത് വൈ ചോദിച്ചാ ഒരിക്കൽ കൂടെ എടുത്ത് വെക്ക്. എനിക്ക് ഇറങ്ങാൻ വയ്യ. ഇറങ്ങാൻ എല്ലാരും പിടിക്കാൻ ആരോഗ്യമില്ല. പോയി വെക്ക്. അവള് മോളെ കൂടെ പരിമിക്കാത്തേറിയിരിപ്പോണ്ട്. അവള് ഇത് ഓടിച്ചിട്ട് അവള് പരിക്കാത്തേറിയിരിപ്പോണ്ട്. ഞാൻ ഇവിടെ കൂട്ടുകൂട്ട ഇതാണ്. അമ്മ ചെലപ്പോ ഇത് ആണി പറഞ്ഞ് വീണതായിരിക്കും അമ്മ. ആണി ചിലപ്പോ ഊരിയെങ്ങാനും വീണതായിരിക്കും. താണ്ട് ഇത് നിക്കണ കുരുമുളക് ഉണ്ട്. ഈ കുരുമുളക് ഇത്തിരി നിക്കണോണ്ടാണ് എനിക്ക് വെട്ടിക്കളയാൻ മടി. ഇത്രയും കുരുമുളക് നിക്കല്ലേ നോക്ക്. ഇതെങ്ങനെ ഞാൻ വെട്ടിക്കളയും? ഇവള് വലിച്ചിട്ട് തന്നെ കണോന്ന് പറഞ്ഞുകൊണ്ട് രാത്രി വലിച്ചിട്ട് തന്നെ. വീടമ്മ വീട് കിടന്ന് അലക്കാതെ വീട്. രാത്രി വലിച്ചിട്ടേനാ വീട് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചിട്ടേന്. മുളക് നിക്കണം. എന്ത് ചെയ്യാനെന്നാണ്. പോട്ടെ, ഇനിയിപ്പൊ മിണ്ടായി കിടന്ന് അലക്കാതെ വീട് അലക്കല്ലേ. അവിടെ ഇവിടെ ഞാൻ ഇന്നാള് വൃത്തിയാക്കിയതാണ്. വീണ്ടും എനിക്കാണ് കാടെല്ലാം പിടിച്ച്. ശോ, കൊല കണ്ട നിൽക്കുന്നത്. അമ്മ സൂക്ഷിച്ചു വരണേ. ഇത് തന്നെ സുഖാണ്. എത്ര തീരെ വലിച്ച് പൊടിച്ച് കിട്ടിയത്. അവള് എന്നെ ഇത് സുഖര് അനിയൊന്നും പറഞ്ഞല്ലേ. ആ മരങ്ങളെല്ലാം മുറിച്ചത്. ആ മരങ്ങളെല്ലാം മുറിച്ചത്.
പോട്ടമ്മ, മരങ്ങളല്ലേ, നമ്മൾ എന്തിനാണ് ഈ വാശി കാണിക്കുന്നത്? മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യങ്ങളോ പിണക്കങ്ങളോ പരിഭവങ്ങളോ ഒക്കെ ഉണ്ടെന്ന് എറിയിട്ട് നമ്മൾ ഈ ചെടികളെ ഒന്ന് നശിപ്പിക്കണം. ചെയ്തോണ്ടാ നിങ്ങളെ മോന്ത കണ്ടില്ലേ, വള്ളിയൊക്കെ എടുത്ത് അങ്ങോട്ട് പതുക്കെ വെക്കണ കണ്ടില്ലേ? നമ്മൾ ഇങ്ങനെ വേണം ചെല്ലാണ്ട് നശിപ്പിക്കാനല്ല പാടില്ല. നമ്മൾ ഇപ്പുറത്തോട്ട് എന്തെങ്കിലും നിന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പതിയെ അങ്ങ് മുറിച്ച് മാറ്റണം. അല്ലാണ്ട് വേരോടെ നശിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മള് പണ്ടേ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുന്ന എല്ലാം മുറിച്ച് മാറ്റി കൊടുക്കും. ആ മരങ്ങൾ എഴുന്നാലും തിരിയല മുറിച്ച് മാറ്റി കൊടുക്കും. അത് തന്നെ, അങ്ങോട്ടേക്കും എല്ലാം മുറിച്ച് മാറ്റി ചോദിച്ചാൽ നമ്മളെ ഒന്നും ഒരു ശല്യം ആർക്കും ഉണ്ടെന്ന് പറയരുത്. ആ മുളകുള്ളി വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണ്, ഇല്ലേതെ ഞാൻ അതിനങ്ങ് വെട്ടി കളഞ്ഞിരുന്നു. മുളകൊന്നും വെട്ടി കളയല. മുളകൊന്നും അതിന് 1 കിലോ മുളക് കിട്ടുമ്പോ അത് എപ്പോഴും കായ്ക്കണതാണ്. ഈ വർഷത്തിലൊരിക്കൽ ഈ വസ്തുവില്ലേ നിക്ക വസ്തുവിലാണെങ്കിലും മറ്റേ അവരെ മതില് തട്ടി നിക്കണില്ലേ അമ്മ, അതല്ലേ പ്രശ്നം. മതില് അതിലും കൂടെ പോകാനൊക്കെ കൊണ്ടുപോകും. മനുഷ്യരങ്ങനെയാണമ്മ, അവര് പോവാൻ നേരത്ത് കൊണ്ടുപോകും, വരാൻ നേരത്ത് കൊണ്ടുപോകുന്നുള്ളതല്ല. ദേഷ്യം വന്ന എല്ലാം ചെയ്യും. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോ പറയാൻ പറ്റൂലമ്മ, ആണിയിരുന്ന് വീണതായിരിക്കാം. നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. നിനക്ക് അവളെ അറിഞ്ഞൂടാ തോന്നുന്നത്. ആണി കൊണ്ടൊന്നും വരുന്നതല്ല. എങ്ങനെ തലയിലിട്ട് കൊടുക്കണ? ഓ മതി. ആ വാഴക്കൊല ഇപ്പൊ ഉടനെ മുറിക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ അത് ഇവിടെ കണ്ടാണ്ടില്ല. ഈ പപ്പായ മുഴുവൻ ഇവിടെ അഴുവി കിടക്കുമായിരുന്നു, ആ ഇല കിടക്കും പോലെ. എന്റെ നന്തപ്പ 2 വട്ടം ചറക്കി, എന്നിട്ട് കൂടി ഞാൻ പറഞ്ഞില്ല അത് മുറിച്ച് മാറ്റുന്നൊന്നും പറഞ്ഞില്ല. നമ്മൾ ഈ പറയും കണക്കും എന്തിനാണ് ചെടികളെ നശിപ്പിക്കണം, എന്തിന്റെ പേരിലാണെങ്കിലും. പക്ഷെ ഇത് എനിക്കും തോന്നുന്നില്ല, ആണി പറഞ്ഞു വേണം തോന്നില്ല. അത് എടുത്തിട്ടിരിക്കുന്ന കാര്യം എല്ലാ വള്ളി എടുത്തിട്ടിരിക്കുകയല്ലേ, 1 2 വള്ളിയല്ലല്ല. അമ്മ അപ്പൊ അങ്ങ് പോവാ, അഞ്ഞു വാ. താണ്ട ഇവിടെ ഇത് കണ്ടില്ലേ, ഇവിടെ നോക്കിയേ ചോദിച്ചാ, അയ്യോ വീണ്ടും നോക്കിയത് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു കേട്ടോ. അത് ഈ ഇങ്ങനെ വെട്ടി ഇങ്ങനെ കൂട്ടി അറ്റത്ത് വെച്ചിരുന്ന ഈ പറഞ്ഞ കണക്ക് വർണ്ണവന്മാർ ഇവിടെ അല്ലേ ഇടുള്ളൂ. മതിരി കൊണ്ട് ചേർത്ത് വെച്ചേക്കാണ് ചവറ്. ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യണേന്ന് ഒരു പിടി. എത്ര തവണ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് കൂട്ടി അപ്പുറത്തോട്ട് വെക്കൂല, കാര്യം അപ്പുറത്തോട്ട് വെച്ച വിവരം അറിയും. ഇവിടെ ആകുമ്പോ പിന്നെ നമ്മൾ എപ്പോഴും തുറക്കൊന്നുമില്ല, അതുപോലെ നമ്മൾ വഴക്കിനൊന്നും പോകൂലല്ലോ. കൊച്ചു മാത്രമല്ല ഇത് വഴി ഇറങ്ങി, ആ കുട്ടി ഇറങ്ങണ സ്ഥലമാണ്. കുറെ ചവറും കൂട്ടി വെച്ച് അവന് പേടിയായി, വൃത്തിയേട് പേടി. ഇവിടെ ഇങ്ങനെയല്ല, ആ ചവറ് ഇവിടെ ആകുമ്പോ നമ്മൾ വഴക്കിനൊന്നും വരൂലല്ലോ. വേറെ ഏരിയയിൽ എവിടെ ഇട്ടാലും വഴക്കിന് ആൾക്കാർ ചെല്ലുമെന്നറിയാം. അപ്പുറത്തോട്ടൊക്കെ ഇട്ടാൽ നല്ലതായിട്ട് കിട്ടൂലേ. ഇവിടെ ആകുമ്പോ നമ്മളൊന്നും പറയില്ലല്ലോ. ആളെളുപ്പം നോക്കി കണ്ടാ വേസ്റ്റ് കൊണ്ടിരുന്ന കണ്ടാ, ഇതാണ്ടാ അഴുകിയ വേസ്റ്റ് ആണ്. അത് നീക്കിയിടൂല, ഇതാണ്ട അഴുകിയ വേസ്റ്റ് ആണ്. ഇവരിങ്ങനെ ചവറും അതാണ്ട അപ്പുറത്ത് കോർപ്പറേഷൻ കൊണ്ടുവെക്കും, ഇപ്പുറത്ത് എവര് കൊണ്ടുവെക്കും. ഒന്ന് ആലോചിച്ചു, ഒരു കണക്കിന് എവരാണ് ഇവിടെ ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ കറക്റ്റ് ആണ്. ഞാനിതാണ് കൊച്ചിയാല് പഠിപ്പിക്കാത്തത്, അടുപ്പിക്കാത്ത നിർത്തികളെ അടുപ്പിക്കാത്ത ഒന്നും ഉണ്ടാത്തത്. ഓ രണ്ടുപേരും കൂടെ വയ്ക്കുമ്പോ വഴി പോണവന്മാര് ഇവിടെ വീശി എറിയും. അപ്പൊ നമുക്കല്ലേ ബുദ്ധിമുട്ട്, അവർക്കൊക്കെ വല്ലതും അറിയണോ? അവർക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? വല്ലവന്റെയും കോമ്പൗണ്ടിലേ അതിനൊന്നും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അയൽക്കാരെന്ന് പറയുകയും ചെയ്യണം. അതങ്ങ് കോൺക്രീറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് അവിടെ മാത്രം, ഇവിടെ കോൺക്രീറ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ് നമ്മൾ ഇവിടെ മുഴുവൻ കോൺക്രീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളിനി ചെയ്യണില്ല, കാര്യം നമുക്ക് ഇവിടെ നഷ്ടങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്യണില്ല. ചോദിച്ചാൽ ഗേറ്റ് അടച്ചില്ല, താക്കോൽ ഇത് താഴെ കിടക്കണം. ഇവിടെ ഇതാണിക്കാണ് പോലീസുകാരെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത്. ഇവിടെ പോലീസുകാരെ കൊണ്ട് ഏൽപ്പിച്ചത്. ഇതുപോലെ കാണിക്കുമ്പോ ഞാൻ ചോദിക്കുന്നത് എന്റെ വിളയിലും എന്തരമ്മ ആ കവറിന്. ഏത് കവറ്? കവറ് എന്തോ കവർ ചോദിച്ചാ എന്തൊരു എനിക്ക് വീട് അടുത്താനും കെട്ടണം. അവള് വേലയ്ക്ക് തിന്നിട്ട് ഇവിടെ വരുന്നവര് പറയണവര് ഇവള് വേലയ്ക്ക് നിർത്തിയ പേര് വരാൻ നേരത്ത് കൊണ്ട് കവർ ഇവിടെ ആയിരുന്നു. ഓ അതാണ് പറയണല്ലേ.
ഇനിയിപ്പോ അത് കുഴപ്പമില്ല. വെട്ടിക്കളയാനും മനസ്സ് പറഞ്ഞില്ലേ ചോദിച്ചാ, ഇത്രയും നിൽക്കുകയല്ലേ, ഞാൻ എങ്ങനെ വെട്ടിക്കളയണം അതിനാ? അതെന്തെങ്കിലും നമുക്ക് സ്റ്റാൻഡ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? സ്റ്റാൻഡൊന്നും കൊടുക്കാനൊന്നും പറ്റും. ഇവിടെ ഒന്നാമത് സ്ഥലമില്ല. അതിന്റെ ഇടയിൽ കൂടെ ഇപ്പുറത്തെ വശം എന്തെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് ഇപ്പുറത്തെ വശത്തും അല്ലാതായി പോയി. ഞാൻ പറഞ്ഞത് ഒരു കാര്യമില്ല, നോക്കാം. ഇതെന്തായാലും ആണി പറയണം. അല്ല ചോദിച്ചാൽ എവിടെ ആണി പറഞ്ഞിരിക്കുന്നത്? കണ്ടാ എല്ലാ ആണി ഉണ്ടല്ലോ, എല്ലാ ആണി ഉണ്ട്. ശരിയാണ്, അവര് പറയുന്ന ആണികളൊക്കെ ഉണ്ട്. വീട് ഇനിയിപ്പോ കണ്ടത് അത്രയും പടന്നും പോയിരിക്കണം. ഉറച്ച് പുറ്റു കണക്കിന് നിൽക്കുന്നതാണ് എന്റെ വിഷമം. പോട്ട് ഇനിയിപ്പം വീട് അല്ലാതെ എന്ത് ചെയ്യാം അമ്മ? കിടന്ന് അലക്കാൻ നിക്കല്ലേ അമ്മ നീ ഇതിന്റെ പേരിൽ, കേട്ടാ? ഇവള് ഈ ഇവള് ഒരിക്കൽ എന്നെ പോലീസുകാരി ഇടിപ്പിടിച്ചു. ഭഗവാനെ, ഇന്നത്തേക്കായി. ഇവള് തിന്നും കൊണ്ട് ആ പേപ്പറിനെ ചുറ്റി ഇങ്ങി വിടും തന്നെ. ആ ചോദിച്ചാ ഒന്നുകൂടെ അത് നോക്കാം. താഴെ വീഴുന്നുണ്ടോ, താഴെ വീണ് കിടക്കുന്നുണ്ടോ നോക്കിട്ട് എന്തിരിയേ? ഇവള് ഈ പണ്ട് ഇത് പോലീസിനെ കൊണ്ട് എന്നെ ഇടിപ്പിച്ചതും അടുപ്പിച്ചത്. ഇവള് തിന്ന ഇലകളെല്ലാം മുഞ്ഞു പറക്കിയിടും. തന്നെ. ആ ഇവിടെ പറക്കിയിടും. അപ്പൊ നമ്മൾ പറക്കിക്കൊള്ളണം. അവള് ഒന്നും ചെയ്യില്ല. അതാണ് ഇവള് പോലീസുകാരെ കൊണ്ട് എന്നെ ഇടിപ്പിച്ചത്. ചോദിച്ചാ? അതാണ് എന്നെ പോലീസുകാരെ കൊണ്ട് ഇടിപ്പിച്ചത് അടുപ്പിച്ചത്. ഞാൻ ചോദിക്കുക ഇവിടെ വരച്ച് പോലീസുകാർ വലിയ വൈരാഗ്യത്തിനാണ് പോലീസുകാർ എന്നെ പഠിപ്പിച്ചത്. എന്തിന്റെ വൈരാഗ്യം? എന്നെ പഠിപ്പിച്ചത് ആ വൈരാഗ്യത്തിന്റെ ഇവിടെ എന്നെ പോലീസുകാർ കൊണ്ട് ഇടിപ്പിച്ചത്. ഞാൻ ചോദിച്ചത് അതുകൊണ്ട് ഒന്നും മനസ്സിലാക്കൂല. അവളെ ജോലിക്ക് വന്നവരെയാണ് എച്ചിലും കവറുകളൊക്കെ ഇവിടെ ആയിരുന്നു. അന്ന് ഞാനല്ലേ ഉള്ളൂ. മോയില്ലായിരുന്നു. മോൻ പോലീസുകാർ കൊണ്ടുവന്ന് എന്നെ ഇടിച്ച് അടിച്ച്. പിന്നെ എന്നെ പഠിക്കാൻ വന്ന പോലീസുകാരെ ഞാനും അടിച്ചു. അടിച്ചാ? അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി. പോട്ടമ്മ, സാരമില്ല, ഇനി അതങ്ങ് വിട്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പോട്ട്, നമ്മൾ സഹിക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ എന്തിനും ഏതിനും എല്ലാവർക്കും പറ്റുന്ന വീട് ഇതാണ്. പക്ഷെ പണ്ട് ആർക്കും പറ്റൂലായിരുന്നു. പണ്ട് ശോഭനായിരുന്നു. അന്ന് ആർക്കും ഒന്നിനും ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറ്റൂലായിരുന്നു. ഭരണവും വെട്ടും കൊണ്ടേ പോവുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാലം മാറി, മോന്റെ ഭരണമായി. ഇപ്പൊ മോൻ എന്ന് പറയുന്നത് ആരോടും ഒരു ഗുണത്തിന് ഞാൻ പ്രതികരിക്കും. ഞാൻ നല്ല പ്രതികരിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. എന്നെ കുറിച്ച് ആരോടും ചോദിച്ചാലും മോശം അഭിപ്രായം പറയാനേ സാധ്യതയുള്ളൂ. കാര്യം എന്നോട് ഉടക്കാൻ വന്നാൽ ഞാൻ വെറുതെ വിടൂല. ഞാൻ തിരിച്ച് സംസാരിക്കുകയും ചെയ്യും. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യും. പക്ഷെ ചേട്ടൻ അങ്ങനെയല്ല. ഇങ്ങോട്ട് വന്നാലും വിട് എന്ന് പറഞ്ഞ് വിടുകയും ചെയ്യും. അങ്ങോട്ടായിട്ട് ഒരു ഉപദ്രവത്തിന് പോകത്തൂല്ല. ഈ അമ്മയുടെ തന്നെ മോനാണ്, അതെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ക്യാരക്ടറാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ പ്രതികരിക്കും. എപ്പോഴും പ്രതികരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ അധികം വഴക്കിനൊന്നും പോവാറോ അല്ലെങ്കിൽ ഒന്നിനും എന്ത് കണ്ടാലും കേൾക്കാത്ത മട്ടിലായി. കാര്യം നമുക്കൊരു എന്താ പറയാ, 2 പിള്ളേര് വളർന്നു വരെയാണ്. അപ്പം നന്ദപ്പനാണെങ്കിലും കുഞ്ഞാണെങ്കിലും ഇപ്പൊ നമ്മളെ കണ്ടാണ് വളരുന്നത്. നമ്മളിപ്പോ ഒരു വഴക്കാളി ആ മോഡലായി പോയാൽ നമ്മളെ കുട്ടികളും അതുപോലെ തന്നെ ആയിപ്പോവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പലതും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടെ. അങ്ങനെയാണ് ഇവിടെ. ഒരു പ്രത്യേകതരം എന്നുവെച്ചാൽ അവരുടേതൊക്കെ ആൾക്കാർക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് ഇപ്പൊ ഒറ്റപ്പെട്ട ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അവരെ മാക്സിമം ഒറ്റപ്പെടുത്തും. പലതവണ, അതായത് 10-12 വർഷമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഇവരാണ് ഇവിടെ ശരിയെന്ന്. കാര്യം ഇവരിങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ കാണുന്ന ഈ രീതിയിലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ ഇതിനോടൊക്കെ നമ്മൾ വാരിക്കെട്ടി വിറ്റൊക്കെ പോവേണ്ടി വന്നനെ. വേറൊന്നും കൊണ്ടല്ല. ഇപ്പം എന്ത് കാരണം എടുത്ത് നോക്കിയാലും നമ്മൾക്കാണ് പ്രശ്നം. ഇപ്പം അപ്പുറം ഇപ്പുറം ഉള്ളവരുടെ ബുദ്ധിമുട്ട് കൊണ്ട് വന്നാലും അത് നമ്മൾ സോൾവ് ചെയ്യണം. അങ്ങനത്തെ ഒരു എന്നാൽ നേരെ മറിച്ച് ഇതേ പ്രശ്നം വേറെ വന്നാൽ അവരാരും അവിടെ എന്ന് വെച്ചാൽ ജോയിന്റ് കമ്മ്യൂണിറ്റിയാണ്. ഒന്നിനൊന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ടാവും. അത് നീ തന്നെ ചെയ്യുന്നു പറയും. ഇത് ശോഭനയുടെ വീടായോണ്ട് ഇങ്ങനെ. കാര്യം പറയാൻ കാരണം ഉണ്ടല്ലോ. ശോഭന നമ്മളെ കുറെ ദ്രോഹിച്ചു. ഒരു കണക്കിന് എങ്ങനെ ദ്രോഹിക്കാണ്ടിരിക്കും? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു മുളക് വള്ളിയാണ്. ഇപ്പം ഒരു പക്ഷെ ആണി പറഞ്ഞു വീണോന്ന് ഞാൻ വിശ്വസിക്കാം. കുറെ ദിവസം മുന്നേ ഞാൻ അവരോട് ചോദിച്ചു. ഇതിപ്പോ നമ്മൾ അയൽക്കാരുമായിട്ട് വഴക്കൊന്നുമില്ല കേട്ടോ. ഇതൊരു വീഡിയോയിൽ അമ്മ നമ്മള് എല്ലാ കാര്യങ്ങളും നമ്മളെ വീഡിയോയിൽ ഇൻബിൽട്ട് ആക്കുന്നതുകൊണ്ട് ഇത് വന്നേ ഉള്ളൂ.
കുറച്ച് ദിവസം മുമ്പ് ഇവർ പറിച്ചിട്ടിരുന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആൻറ്റി നിങ്ങൾ എന്തിനാണ് ഈ മുളക് പൊള്ളി ഇങ്ങനെ ഇട്ടാൽ നിറച്ച് നിൽക്കുകയാണ്, അത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോൾ അവരൊന്ന് പാമ്പ് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ നിന്ന് പാമ്പ് വന്നു, ഇവിടെ ഒന്നും പാമ്പില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പാമ്പ് വന്നെങ്കിൽ ആൻറ്റി ഞങ്ങളോട് വിളിക്കാത്തത്, എന്നോട് പറയാത്തത്, ഞാൻ അതിനെ ഒരു മര്യാദയ്ക്ക് ഞാൻ മാറ്റിത്തരായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. അവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടുകൊണ്ട് അവരങ്ങ് കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പൊ ഞാൻ കൊരുത്ത് വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെടുത്ത് താഴെ ഇട്ടേക്കണം. അപ്പൊ ഞാൻ അവരോട് അപ്പം വേലക്കാരിയാണ് അവിടെ നിന്ന്. അപ്പൊ നമുക്ക് വേലക്കാരോട് ചോദിക്കാൻ പറ്റും. അപ്പോഴേ എനിക്ക് മനസ്സിലായി അവിടെ ചവർ വീണപ്പം വേലക്കാരി അങ്ങോട്ട് എടുത്തിട്ടതായിരിക്കാം. അവരോട് പറയാതെ അവർ ചെയ്യത്തില്ല. അതിനുശേഷം വീണ്ടും താഴെ കിടക്കുന്നുണ്ട്. ഞാൻ വീണ്ടും എടുത്തു വെക്കും, വീണ്ടും താഴെ കിടക്കും. ഇപ്പൊ ഇത് 5ാമത്തെ 6ാമത്തെ വട്ടമാണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ആരുമായിട്ട് നമുക്കൊരു പിണക്കോ പരിഭവോ ഒന്നുമില്ല. പിന്നെ ഇവര് ഈ കിടന്ന് അലക്കുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നാണ് അലക്കാൻ തുടങ്ങി. അവര് 10-60 വർഷമായിട്ട് അലക്കയല്ലേ. ഇനി അവരെ തിരുത്ത ആർക്കെങ്കിലും പറ്റുമോ? നമ്മളായില്ലേ, നമ്മുടെ കാലമായില്ലേ. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാന്യമായിട്ട് നമ്മളോട് ഒന്ന് പറയാം, ഉമ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ സുധി ഇങ്ങനെ ഒരു പ്രശ്നം. നമ്മൾ അറിയുന്നവർക്കറിയാം, നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സോളും നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ ആർക്കും ഒരു ഉപദ്രവത്തിനോ ദോഷത്തിനോ നിൽക്കുന്നതല്ല. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഭയങ്കര വിഷമക്കാരി. ഞാൻ കഷ്ടപ്പെട്ട് തനിയെ പൊടിച്ചൊരു മുളക് കൊള്ളിയാണേ. അത് നട്ടതല്ല. ഇവിടെ അതാ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഡോറയുടെ കൂടിനടുത്തൊരു വലിയ മുളക് കൊള്ളിയുണ്ട്. അത് ഇതുപോലെയാണ്, സീസൺ അല്ല, എപ്പോഴും കായ്ക്കുന്നതാണ്. അപ്പൊ അതിന്റെ കുറച്ച് കമ്പിനെ വെട്ടി ഞാൻ താഴോട്ട്, അന്ന് അവിടെ കാട് പിടിച്ചിടുന്നപ്പോൾ അവിടെ ഇട്ടതാ. പക്ഷെ അത് അവിടെ കിടന്ന് പൊടിച്ചു കുറെ നാൾ കഴിഞ്ഞ് കാടൊക്കെ വെട്ടിയപ്പോൾ ഇത് നന്നായി അടിപൊളിയോട്ട് പൊടിച്ചിരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു മതിൽ പറ്റി അതങ്ങ് പൊക്കോളും, നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കണം. അങ്ങനെ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതുപോലെ കൊഴുകൊഴാ കായ്ക്കണം. ഞാൻ എങ്ങനെയാണ് വെട്ടിക്കളയും? ഇത് കാണുന്ന നിങ്ങളിൽ ഇതുപോലെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് ഇങ്ങനെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അതിലിപ്പോ നിലവിൽ കായുണ്ട്. അതുകൊണ്ടാണ് സത്യയോടെ എനിക്ക് എന്നെ കൊല്ലാൻ തോന്നാത്ത. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വെട്ടിക്കളഞ്ഞേനെ. എന്തിന് ആ ഒരു മുളക് വള്ളി ആ മതിലിൽ നിന്ന് മാറുമ്പോൾ അവർക്കൊക്കെ സമാധാനമാവുമെങ്കിൽ ആവട്ടെ എന്ന് ഞാനും കരുതി. പക്ഷെ ആ നിൽക്കല്ലേ, ആ കാന്ന് തീർന്നോട്ടെ, അതിന് വെട്ടാം. ഞാനെ വെട്ടുമെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാനേ വെട്ടലും എന്റെ വസ്തുവിലാണ് നിൽക്കണ. അവളാ നിഞ്ചത്തല്ല നിൽക്കണ. നീ അവളെ യാതോ വെച്ചുകൊണ്ട് പറ്റാ എന്റെ മോന്നടി. നീ അവനെ പറഞ്ഞുകൊണ്ട് വെട്ടിവെക്കാന് ചുണയുണ്ടെങ്കിൽ വെട്ടിവെക്ക്. നീ വെട്ടിവെക്ക്. എന്റെ ബാസ് വെച്ച് കിടക്കും മുളക്. നീ വന്നിട്ടാണ് എവിടെയൊക്കെ എടുത്ത് തല വയ്ക്കണം. ഞാൻ ഇവിടെ ഒരു ചെടികളെ നോക്കൂല, വ്യക്തികളെ നോക്കൂല. നീ വന്നിട്ടാണ് എവിടെയൊക്കെ എടുത്ത് തല വയ്ക്കണം. അന്ന് അന്വേഷിക്കും. ഒരു കണക്കിന് അവർ പറയുന്നത് ശരിയാണ് കേട്ടോ. ഞാൻ വന്നപ്പോൾ ആരുമായിട്ടും മിണ്ടേന്നില്ലായിരുന്നു. എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അമ്മയായിട്ട് വെച്ച ഒരു ബാഡ് ഇമേജ് ഞാൻ അങ്ങ് വിചാരിച്ച് അങ്ങ് ഇപ്പം മാറിക്കിട്ടുമെന്ന്. പക്ഷെ അന്ന് എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞ്, നീ നിന്റെ ഇരുമ്പൊക്കെ ഇവിടെ നോക്കണ്ട, നാറിപ്പോവേ ഉള്ളൂ എന്ന്. പക്ഷെ സത്യമാണ് കേട്ടാ, സത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സത്യമെന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്തു തുടങ്ങി. കാര്യം നമ്മൾ എത്രത്തോളം ചേർത്ത് നിൽക്കാൻ ശ്രമിച്ചാലും എല്ലാവർക്കും പറയാനൊരു കാരണമുണ്ട്. ഒരു ഫംഗ്ഷൻ വന്നാലും വിളിക്കാത്തതിന് കാരണം അത് ശോഭന അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ചോദിക്കും, ശോഭന എങ്ങനെ? ഇപ്പം ശോഭനയുടെ കാലം കഴിഞ്ഞു, ഇപ്പം നമ്മുടെ കാലമാണ്. ശോഭന പകയാണ്, പക തീർത്താ തീരാത്ത. ശരിയായിരിക്കാം, ഇപ്പൊ അമ്മ നല്ലതെന്ന് ഞാൻ ഒരിടവും പറയില്ല. ഈ ഇത്രയും ഇന്നലെ അമ്മ എന്നെ ഇവിടെ ഒരു അടിയടിച്ചത്, ഇവിടെ നിന്ന് ജോലിക്കാര്, പേര് പറയണില്ല, ജോലിക്കാര് ഇവിടെ സിമന്റ് അടക്കാൻ വന്ന ഇവരുടെ തന്നെ ഒരു ബന്ധു മാമൻ ഒക്കെ കണ്ട് കണ്ണു തള്ളിയാണ് നിന്ന. ചേട്ടൻ അവിടെ നിൽക്കിയെന്ന്, ജോലിക്കാര് നിൽക്കിയായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോ ചാടി എണീച്ചു. ഒരു പ്രൊവോക്കേഷൻ ഇല്ലാണ്ട് എന്നെ ഒരു അടിയടിച്ച് പല്ലും കടിച്ചു പിടിച്ചു. അങ്ങനെ ചേട്ടൻ ഓടിക്കൊണ്ട് വന്ന് ഇവരെ വിരട്ടി അങ്ങ് പറഞ്ഞു വിട്ട്. അപ്പൊ ജോലിക്കാരൊക്കെ വഴക്ക് പറഞ്ഞ, അമ്മേ എന്തോന്ന് നിങ്ങൾ കാണിക്കണെന്നൊക്കെ, നിങ്ങൾ അവിടെ ഇരിക്കും, ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ, അവള് വീണെന്തെങ്കിലും പറ്റിപ്പോയി ആരുണ്ടെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ്. എന്നെ ഇത്രയും ചെയ്യുന്നുണ്ട് എനിക്കറിയാം. ഇന്നലെ ദൃക്സാക്ഷിയാണ്, നമ്മളെ ഈ നാട്ടുകാർ തന്നെയാണ് കണ്ടത്. അപ്പം എന്നെ ഉപദ്രവിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലായിട്ടും ഞാൻ എന്തുകൊണ്ടൊക്കെ ഇവരെ ചേർത്ത് നിർത്തുന്നെന്ന് തോന്നിയാല് ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇവര് കുറെ കൊല്ലം മുമ്പ് എന്തുമാത്രം ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് ഊഹിക്കാം, എനിക്ക് നന്നായിട്ട് അറിയാം. എന്ന് കരുതിയിട്ട് ഇനി ഇപ്പോ ഈ 10 കൊല്ലങ്ങൾക്ക് ശേഷമൊക്കെ പ്രതികാരവും മനോഭാവവും ഒന്നും ആരും വെക്കേണ്ട ആവശ്യമില്ല. അവരിങ്ങനെ ആയി എന്ന് കരുതിയിട്ട് നമുക്കിനി ഇവിടുന്ന് ഓടിപ്പോവാനോ നമ്മളെ കുട്ടികളെ കൊണ്ട് ഇവിടുന്ന് വാരിക്കെട്ടി പോകാനോ നമ്മളെ കൊണ്ട് പറ്റൂല. നമുക്ക് അവരെയും സംരക്ഷിച്ച് ഈ കുടുംബവും സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്തി പറയുന്ന വീഡിയോ അല്ല. നമുക്ക് ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഇതുപോലെയുള്ള ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്നിട്ടും ഞങ്ങൾക്ക് ഇപ്പൊ ഒറ്റപ്പെടലില്ല. ഇപ്പൊ എന്തുമാത്രം ആൾക്കാർ നമ്മളെ കുറിച്ച് ചോദിക്കാനോ, ഇതേ ആള് കാരണം തന്നെ
എന്തുമാത്രം ബന്ധങ്ങൾ ഇപ്പൊ നമുക്ക് കിട്ടി. നമ്മളിപ്പോ ഹാപ്പിയാണ്. പിന്നെ ഒരു വിളി കേട്ടാൽ ദൂരെയുള്ളവർ ഓടി വരില്ല, അടുത്തുള്ളവർ ഓടി വരുള്ളൂ എന്നുള്ള സത്യം. എല്ലായിടത്തും കാണും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയോ ആരെയും ഒറ്റപ്പെടുത്തിയോ ഒന്നും പറഞ്ഞതല്ല. നമുക്കിവിടെ ഒരുപാട് സഹകരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ വെളിയിൽ വെച്ച് കണ്ടാൽ എന്നെ ഓടി വന്ന് ഉമേ സുഖാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. യാതൊരു കാരണവും ഇല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ദോഷവും ഇല്ലാത്ത ഒരു സാധനത്തിനെ നശിപ്പിച്ചുകൊണ്ടപ്പോൾ സങ്കടം വന്നു. അത് അവിടെ നിന്നും വരെ ആർക്കും ദോഷം വരാൻ പോണില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ദോഷം നമുക്ക് വരേണ്ടത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടിക്കണുണ്ട്. പോട്ട് നീ വെട്ടിയാലും വലിയ വെട്ടിയതാ എന്റെ കയ്യ പോച്ചാ. എന്റെ വസ്തു ഇരിക്കുന്ന കുരുവാളാവാ അവിടെ നിൽക്കട്ടെ.